നമസ്കാരം, ഞാൻ സുനിൽ മാഷ്. ഇന്നത്തെ വീഡിയോ ക്ലാസ് പി ടിയെ കുറിച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 5-6 കൊല്ലം മുമ്പ് കുറച്ച് വീഡിയോകൾ ക്ലാസ് പി ടിയെ കുറിച്ച് അപ്ലോഡ് ചെയ്തിരുന്നു ഈ ചാനലിൽ തന്നെ. പക്ഷേ അതിൻ്റെ റെസ്പോൺസുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇത്തവണ കുറച്ച് കൂടുതലായിട്ട് വന്നിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അവയ്ക്ക് സംശയങ്ങളെന്നുള്ള രൂപത്തിൽ മറുപടിയായിട്ട് ഇത്തരമൊരു കാര്യം അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതും ആദരവോടെയാണ് അവതരിപ്പിക്കുന്നതെന്ന് ആമുഖമായിട്ട് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ആ ക്ലാസ് പി ടിയിൽ നിർദ്ദേശങ്ങളായി പറഞ്ഞിട്ടുള്ളത് ടീച്ചറുടെ റോള് ക്ലാസ് പി ടി എ നടക്കുന്ന സമയത്ത് ആവശ്യം ഇല്ല എന്നുള്ള രൂപത്തിലാണ്. റോളെന്ന് പറഞ്ഞാൽ ടീച്ചർ ആ ഫുൾ ടൈം അവിടെ നിന്ന്, ക്ലാസ് ടീച്ചറാണല്ലോ അന്നത്തെ ഹീറോ ആയിട്ട് നമുക്ക് പറയുന്നത്, അവിടെ നിന്ന് സംസാരിക്കേണ്ടതില്ല, നിയന്ത്രിക്കേണ്ടതില്ല, ആജ്ഞാപിക്കേണ്ടതില്ല, ചീത്ത പറയേണ്ടതില്ല, വഴക്ക് പറയേണ്ടതില്ല, രക്ഷിതാക്കളെ വേറെ ചൂണ്ടേണ്ടതില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. അത് ആവശ്യമില്ല എന്ന രൂപത്തിലാണ്. ഇതിനെക്കുറിച്ചിട്ടാണ് പലരും സംശയമായി പറയുന്നത്. ഇതില്ലെങ്കിൽ എങ്ങനെ നടക്കുന്നുള്ളത്, ടീച്ചർ അത്തരത്തിലുള്ള റോൾ എടുത്തില്ലെങ്കിൽ എങ്ങനെ നടക്കും, എല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചാൽ മതിയാവോ, സ്വാഗതം മുതൽ ക്ലാസ് ടീച്ചർക്ക് പറയേണ്ടതായ കാര്യങ്ങൾ കൂടി കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഇവിടെ സംശയമായിട്ട് ചില അധ്യാപകർ ഉന്നയിച്ചിട്ടുള്ളത്, ചില അധ്യാപക സുഹൃത്തുക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. ഞാനിവിടെ പറയുന്നത് വെച്ചാൽ, അതിനൊരു ഉദാഹരണമായി പറയുന്നത് വെച്ചാൽ, നാം ക്ലാസ്സുകളിൽ ചില പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സെമിനാർ നടത്താറുണ്ട്, അതുപോലെ തന്നെ ഡിബേറ്റ് നടത്താറുണ്ട്, അതുപോലെ ചില ചടങ്ങുകൾ ക്ലാസ്സുകളിൽ തന്നെ ആവിഷ്കരിക്കാറുണ്ട്. ഉദ്ഘാടന ചടങ്ങുകൾ, സമാപന ചടങ്ങുകൾ, അങ്ങനെയുള്ള ചടങ്ങുകൾ ക്ലാസ്സുകളിൽ അവതരിപ്പിക്കാറുണ്ട്. ഇതിൽ ഒന്നും തന്നെ ക്ലാസ് ടീച്ചർ അതിൻ്റെ ഇടയിൽ കയറി നിന്ന് പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ശരിക്ക് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പറയേണ്ടതില്ല എന്ന് തന്നെയാണ് അതിനുത്തരമായി പറയേണ്ടത്. അതല്ല, ചില കുട്ടികളുടെ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിച്ചവരെ ആക്റ്റീവ് അല്ലെങ്കിൽ ചിലപ്പോൾ കെയർ ഇടേണ്ടതായും വന്നേക്കാം. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യവും. മറ്റൊരു ഉദാഹരണം കൂടി പറയുന്നു, സിനിമയെ കുറിച്ചിട്ടാണ്. സിനിമാ സംവിധായകൻ ഈ നടന്മാരുടെ ഇടയ്ക്ക് കയറി അവതരിപ്പിക്കാറുണ്ടോ, ആളുടെ മുഖം കാണിക്കാറുണ്ടോ, ഇന്ന ചെയ്യുന്നൊക്കെ പറയാറുണ്ടോ? അതുപോലെ തന്നെ ഒന്നാണ്. ഞാൻ കമ്പയർ ചെയ്യുകയല്ല, അങ്ങനൊരു സാധ്യതയുണ്ടെന്ന് പറയാണ്. കാരണം സിനിമയ്ക്ക് ഒട്ടേറെ പരിമിതിയിലുണ്ട്, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ അത് പറ്റില്ലല്ലോ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത് മറന്നുകൊണ്ടല്ല ഇത്തരത്തിൽ കാര്യം പറയുന്നത്. അപ്പോൾ നാം ശരിക്ക് ആദ്യത്തെ തവണ തന്നെ അനുയോജ്യമായ കാൻഡിഡേറ്റ്സിനെ അവതരിപ്പിക്കാനായിട്ടുള്ള കുട്ടികളെ വ്യക്തമായിട്ട് കണ്ടെത്തുകയും തയ്യാറെടുപ്പ് നടത്തുകയും ഒരു മോക്ക് ക്ലാസ് പി ടി എ അല്ലെങ്കിൽ അതിന് മുമ്പായി തന്നെ റിഹേഴ്സലായി ഒരു ക്ലാസ് പി ടി എ നടത്തും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അത്രയ്ക്ക് ആത്മവിശ്വാസമില്ലാത്ത ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിൽ 1-2 പ്രാവശ്യം ഇത്തരത്തിൽ ഒഴിവു സമയങ്ങളിൽ ഉച്ച സമയത്തോ അല്ലെങ്കിൽ ഉച്ചരിഞ്ഞതിന് ശേഷമോ ഒക്കെ ആയിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ സ്വഭാവം മാറും ചെയ്യും. 1-2 പ്രാവശ്യം അവർക്ക് പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആയി മാറും ചെയ്യും. ക്ലാസ് ടീച്ചർക്ക് ഈ സംശയം, ഇത് ഞങ്ങളെ കൊണ്ടാവുമോ, ക്ലാസ് ടീച്ചർ ഇല്ലാതെ ഉണ്ട്, ക്ലാസ് ടീച്ചർ അവിടെ ഉണ്ട്, പക്ഷേ ക്ലാസ് ടീച്ചറുടെ ഇടപെടലുകൾ ഇല്ലാതെ ഉണ്ട്, ക്ലാസ് ടീച്ചർ ഒരു വീരനായകനായിട്ട് മാറാതെ ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ ഒരു വീരനായികയായിട്ട് മാറാതെ ഉണ്ട് അവതരിപ്പിക്കാൻ പറ്റുമോ ചോദ്യത്തിന് ഉത്തരമാണ് ഈ പറയുന്നത്. അതെല്ലാം തന്നെ അവിടെ അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള കഴിവുകൾ ലഭിക്കുകയും ചെയ്യും. അവരും മിടുക്കരാവുകയും ചെയ്യും. ഏത് സ്ഥലങ്ങളിലും സംസാരിക്കാനും അതുപോലെ അസന്നിഗ്ധമായ പല ഘട്ടങ്ങളിലും വേണ്ട ചടുലതയോടുകൂടി പ്രശ്നപരിഹാര ശേഷിയോട് പ്രവർത്തിക്കാനൊക്കെ അവർക്ക് കഴിയുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക നേട്ടമായിട്ട് പറയുന്നത്. അത് അനുഭവിച്ചറിഞ്ഞ വ്യക്തി കൂടിയാണ് എന്ന തരത്തിൽ എനിക്ക് ആധികാരികമായി പറയാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കൃത്യമായി സൂചിപ്പിക്കുന്നത്. ഇനി ചിലപ്പോൾ അവിടെ പറയാം, ആ കുട്ടി വന്നില്ലെങ്കിൽ, എപ്പോഴും നമുക്ക് റിഹേഴ്സലിനായി തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനുമായി തിരഞ്ഞെടുക്കുമ്പോൾ 2-3 കുട്ടികൾ ഒരു ഐറ്റത്തിന് തിരഞ്ഞെടുത്തോ കുഴപ്പമൊന്നുമില്ല. അതായത് ഇന്ത്യ ബഹിരാകാശത്തേക്ക് ആളെ കൊണ്ടുപോകാനായിട്ടുള്ള പദ്ധതിയിൽ 2 പേരെയാണ് തിരഞ്ഞെടുത്തത് അവസാന ഘട്ടം വരെ. എന്നിട്ടാണ് അവസാനത്തിൽ പറ്റിയൊരാളെ, അതായത് രാകേഷ് ശർമ്മേനെ അവസാനത്തിൽ അങ്ങനെ തീരുമാനിച്ചത്. അതുപോലെ നമ്മളും ഇതുപോലെ തന്നെ ചെയ്യുക, 2-3 കുട്ടികൾ താല്പര്യമുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുകയോ ചെയ്യുക. അതിനുശേഷം അവസാനത്തിൽ ഒരു തീരുമാനം എടുക്കുക. ഇനി അഥവാ അപ്പോൾ ഒന്നാമത്തെ ആൾ വന്നില്ലെങ്കിൽ 2ാമത്തെ കുട്ടിയെ നമുക്ക് സെലക്ട് ചെയ്യാമല്ലോ എന്നുള്ളത്. ചിലപ്പോൾ തീരെ ഇടപെടണ്ടേ ക്ലാസ് ടീച്ചർ എന്നുള്ള ചോദ്യമാണ് വീണ്ടും ഉയർന്നു വന്നിട്ടുള്ളത്. ക്ലാസ് പി ടി നടക്കുമ്പോൾ ചിലപ്പോൾ വേണ്ടി വന്നിരിക്കാം. ചില സന്ദർഭത്തിൽ
ഒക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടാം. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ വേണ്ട, അനാവശ്യമായി ഇടപെടേണ്ടതില്ല എന്നാണ് ഇവിടെ പറയേണ്ടത്. ഒരിക്കൽ കൂടി ഓർക്കുക, ക്ലാസ് PTA നടക്കുന്നത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെയാണ്. ടീച്ചർക്കും കൂടിയാണ്. ടീച്ചറുടേതായ തരത്തിലുള്ള കഴിവുകളൊക്കെ വർദ്ധിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിന് ടീച്ചർ നല്ലവണ്ണം ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നടക്കുന്ന ക്ലാസ് PTA ക്ലാസ് ടീച്ചർ ചെന്ന് സംസാരിക്കുമ്പോൾ അത്രയധികം തയ്യാറെടുപ്പ് ക്ലാസ് ടീച്ചർ പ്രസംഗത്തിനേ വേണ്ടുള്ളൂ. ഇവിടെ അതല്ല, മറ്റുള്ള കുട്ടികൾ എങ്ങനെ ഇരിക്കുന്നു, അവരെങ്ങനെ പ്രതികരിക്കും, രക്ഷിതാക്കൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള വസ്തുത വ്യക്തമാക്കുകയാണ്. പിന്നെ ക്ലാസ് ടീച്ചർ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു മടുപ്പ് രക്ഷിതാക്കൾക്ക് കൂടി ഉണ്ടാവില്ല. അടുത്തായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇടപെടേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും ഇടപെടാണ്ടിരിക്കുന്ന ക്ലാസ് ടീച്ചറാണ്. സാധാരണഗതിയിൽ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ചില സന്ദർഭങ്ങൾ വന്നു, ഇടപെടേണ്ട സന്ദർഭം വന്നു, അവിടെ സമചിത്തതയോടുകൂടി തന്നെ ഇടപെടാനായിട്ട് ശ്രമിക്കുക. അതിനു മുമ്പ് തന്നെ അതിന് വേണ്ട കുട്ടികൾ, അതിന് വേണ്ട തയ്യാറാക്കിയുള്ള കുട്ടികൾ അവർ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് കൂടി നോക്കി കണ്ടെത്തുക. അതിനുശേഷം അതും ശരിയായില്ലെങ്കിൽ മാത്രം ഇത്തരത്തിൽ ഇടപെട്ടാൽ മതി. എല്ലാവർക്കും പ്രത്യേകം നന്ദി, അഭിവാദ്യങ്ങൾ നേരുന്നു. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നടപ്പിലാക്കി വിജയിച്ചവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങളൊന്നും കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹത്തോടെ സുനിൽ മാഷ്.